കാലത്ത് നല്ല മഴയായിരുന്നു. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അബിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് വയ്ക്കാൻ കേട്ടോ. അപ്പം നേരം വെളുക്കാറായി, എന്നിട്ട് മഴ കുറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ അരി വേവാറായി, 6 മണിയായിപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇന്ന് കാപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല. അബിക്കുട്ടന് ഇന്ന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചോറ് വെച്ചിട്ട് ചോറിനുള്ള കറികളൊക്കെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചായ ഇട്ടു, 1 ഗ്ലാസ് ചായ കഴിച്ചു കേട്ടോ. പിന്നെ അബിക്കുട്ടനുള്ള ചോറൊക്കെ റെഡിയാക്കി. ചോറ് മീൻ വറുത്തത് ഉണ്ടായിരുന്നു, മീൻ വറുത്തത്, മുട്ട, പിന്നെ സ്നാക്സായിട്ട് ചിപ്സും മുറുക്കും ഇട്ട് കൊടുത്തു. കൂടുതൽ സ്നാക്സ് കൊടുത്തോളം ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് പരിപ്പെടുത്ത് അബിക്കുട്ടന് മാത്രമായിട്ട് പരിപ്പേറി വെച്ചു. പിന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അബിക്കുട്ടനെ കുത്തി ഉണർത്തി പല്ലേപ്പിക്കാനായിട്ട് കൊണ്ടെടുത്തിരിക്കുകയാണ്. ആൾക്ക് ഭയങ്കര മഴ കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ. പിന്നെ വേഗം കുളിപ്പിച്ച് റെഡിയാക്കി നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെയാണ്. ഓരോ അമ്മമാരും പോരാളികളാണ് മക്കളുടെ കാര്യത്തിൽ. അവർ പഠിച്ച് ഉയർന്ന് നല്ലൊരു നിലയിലെത്താൻ വേണ്ടി എല്ലാ അമ്മമാരും എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറായിരിക്കും. അങ്ങനെ നമ്മൾ അബിക്കുട്ടൻ്റെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് നമ്മളിന്ന് കാപ്പിയില്ല, ഇന്ന് ചൂട് കഞ്ഞിയാണ്. കഞ്ഞിയിലൂടെ നമ്മൾ തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അതും കൂട്ടി നല്ലവണ്ണം നമ്മൾ കഞ്ഞി കുടിച്ചു. സൈഷേട്ടന് കഞ്ഞി കൊടുത്ത് സൈഷേട്ടൻ കഴിച്ചിട്ട് 8 മണിയായപ്പോൾ സൈഷേട്ടൻ ജോലിക്ക് പോയി. ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് കഴിക്കാൻ വരും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡിയാക്കണം. അപ്പം പിന്നെ ഇന്നലത്തെ ബാലൻസ് ചക്ക ഉണ്ടായിരുന്നു, അതിങ്ങനെ വെച്ച് ചക്കക്കറി വെച്ചു. എനിക്ക് സൈഷേട്ടന് മാത്രമായതുകൊണ്ട് കുറച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചെടുത്ത് നമ്മൾ കുക്കറിലിട്ട് വേഗം ഒന്ന് വെച്ചു കേട്ടോ. 1 മണിക്ക് മുമ്പേ എല്ലാം വെക്കണം. അത് കഴിഞ്ഞ് നമ്മളിന്ന് മീൻ കിട്ടിയിരിക്കുന്നത് പൊടിമീനാണ്. അത് നമ്മൾ വറുത്തരച്ചാണ് വെച്ചത്. പൊടിമീൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ചോറ് കഴിക്കാനായിട്ട്. നമ്മൾ അത് വറുത്തിട്ട് ചോറിനോട് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പം നമ്മൾ പൊടിമീനെ വറുക്കാനായിട്ട് ഇങ്ങനെ വരവി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇന്ന് മാങ്ങാച്ചാറുണ്ട്. മാങ്ങാച്ചാർ നമ്മുടെ വീട്ടിലുള്ള മാങ്ങാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂട്ടി നമ്മൾ ഉച്ചയായപ്പോൾ സൈഷേട്ടൻ ചോറ് കഴിക്കാൻ വന്നു, ചോറ് കൊടുത്തു. നമുക്ക് അതിന് കൂട്ടാൻ പൊടിമീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ മീൻ വറുത്തതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്പെഷ്യൽ ചക്ക ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അബിക്കുട്ടന് കൊടുത്തിട്ട് പരിപ്പേറിയും കൂട്ടിയാണ് ഞാൻ ചോറ് കഴിച്ചത് കേട്ടോ. ഞാൻ 1-1:30 ആയപ്പോഴാണ് ചോറ് കഴിച്ചത്. സൈഷേട്ടൻ ചോറ് കഴിച്ചിട്ട് ജോലിക്ക് പോയി. ഇനി അബിക്കുട്ടൻ 4 മണിക്ക് വരും. അതിനുള്ളിൽ തന്നെ എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ പിടിക്കണം. അതുകൊണ്ട് ജോലി, പിന്നെ തുണിയെല്ലാം കഴുകണം. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ചായ ഇട്ടു. ചായയുടെ കൂടെ നമ്മളൊന്ന് കഴിക്കാൻ ബിസ്ക്കറ്റാണുള്ളത് കേട്ടോ. അപ്പോൾ അബിക്കുട്ടൻ്റെ കൂട്ടുകാരി എത്തിയിട്ടുണ്ട് ചായ കഴിക്കാനായിട്ട്. 2 പേർക്കും ചായ കൊടുത്തു. അബിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്ന പാടെ ചായ കുടിച്ചിട്ട് കുളിക്കാനായിട്ട് പോകുന്നത്. ദിയ വീട്ടിൽ പോയി ഫ്രഷായിട്ട് വന്നു. വീട്ടിൽ നിന്ന് നമ്മളങ്ങനെ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സൈഷേട്ടനും ഉണ്ടായിരുന്നു. എല്ലാവരുടെ വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ചിട്ട് നമ്മൾ രാത്രിത്തെ ഫുഡ്, ഉച്ചയ്ക്കുള്ള ഫുഡ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.